ജന്മാദ്യസ്തോന്നയാതിതരതച്ചാർത്തേഷ്വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവേ മുഖ്യന്തി സൂര്യ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്രത്തി സർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ശ്രീമദ് ഭാഗവതം 14-ാമത്തെ അധ്യായമാണ് നമുക്കിപ്പോൾ നോക്കേണ്ടത്. സൂത ഉവാച സംപ്രസ്ഥിതേ ദ്വാരകായാം ജിഷ്ണു ബന്ധുദിദിക്ഷയാ ജ്ഞാതിഞ്ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിചേഷ്ടിതം വ്യതീതാ കരചിന്മാസാൻ തദാ നായാത്തദോർജുന തദർശഘോരൂപാണി നിമിത്താനി ഗുരുദ്വഹ. ജിഷ്ണു എന്നിടത്ത് തുടങ്ങണം. ബന്ധുദിദിക്ഷയ, ബന്ധുക്കളെ കാണുവാൻ ആഗ്രഹം കൊണ്ട്. ജിഷ്ണു അർജുനൻ. പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ, പുണ്യശ്ലോകനായിരിക്കുന്ന കൃഷ്ണൻ്റെ വിചേഷ്ടിതം പ്രവൃത്തികളെ ജ്ഞാതും അറിവാനായിക്കൊണ്ടും ദ്വാരകായാം, ദ്വാരകയിൽ സംപ്രസ്ഥിതനായിരിക്കും സമയത്തിങ്കൽ, അവിടെ സന്നിഹിതനായിരിക്കുമ്പോൾ എന്നർത്ഥം. സംപ്രസ്ഥിതേ, അവിടുന്നാണ് ശ്ലോകം തുടങ്ങുന്നത്. സംപ്രസ്ഥിതേ ദ്വാരകായാം ജിഷ്ണു ബന്ധുദിദിക്ഷയാ. ജിഷ്ണു എന്തിനു പോയി? ബന്ധുദിദിക്ഷയാ, ബന്ധുക്കളെ കാണാൻ, അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ. എവിടേക്ക് പോയി? ദ്വാരകയിലേക്ക് പോയി. പിന്നെ എന്തിനും കൂടിയിട്ടാണ്? പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ വിചേഷ്ടിതം ജ്ഞാതും, വളരെയേറെ യശസ്സുള്ളതായ കൃഷ്ണൻ്റെ കാര്യങ്ങൾ അറിയാനായിക്കൊണ്ട് പോയിരിക്കേ. അപ്പോൾ എന്തുണ്ടായി എന്നാണ് അടുത്ത ശ്ലോകത്തിൽ തുടർച്ച. വ്യതീത കതിചിത് മാസ തദാ നായാത്തതോ അർജുന. കതിചിത് മാസാഹ, കുറേ മാസങ്ങൾ. വ്യതീത അതിക്രമിച്ചു, കഴിഞ്ഞു, അവിടെ തന്നെ കഴിഞ്ഞു. തഥാ അർജുന ന ആയാത്ത്, അവിടുന്ന് വന്നില്ല. ഒരു തരത്തിൽ അർജുനൻ്റെ പത്നീഗൃഹമാണ്. കാരണം ഭഗവാന്റെ പെങ്ങളെയാണല്ലോ കല്യാണം കഴിച്ചിരിക്കുന്നത്, സുഭദ്രയെ. അപ്പോൾ പത്നീഗൃഹമാണ്, അവിടെ കുറച്ച് താമസിച്ചു. തഥാ അപ്പോൾ ഘോരരൂപാണി, ഭയങ്കരങ്ങളായ നിമിത്തങ്ങളെ യുധിഷ്ഠിരൻ കണ്ടു. അവിടെയാണ് ആശയം പൂർത്തിയാവുന്നത്. അത് രണ്ട് ശ്ലോകം ഒരുമിച്ചെടുത്തു. ഘോരരൂപാണി നിമിത്താനി ദദർശ, ചില ദുർനിമിത്തങ്ങൾ. ഭഗവാന്റെ ഈ ലോകം വിടാനുള്ള സമയമാണ്, അതാണ് ദുർനിമിത്തങ്ങൾ കണ്ടത്. ദദർശ ഘോരരൂപാണി, പിന്നീടാണ് അത് അറിയുന്നത്, അതാണ് കാരണം. നിമിത്താനി ച ഘോരാണി, ഹേ കുരുദ്ഹ സംബോധന. ദദർശ, അങ്ങനെയുള്ള നിമിത്തങ്ങൾ ധർമ്മപുത്രൻ കണ്ടു. കുരുദ്വഹ, യുധിഷ്ഠിരൻ. അവിടെ ആ സംബോധനയല്ല, അവിടെ കർത്താവാണ്. കുരുദ്വഹ വിസർഗമുണ്ട്, അതുകൊണ്ട് സംബോധനയില്ല. വിസർഗം ഇല്ലെങ്കിലാണ് സംബോധന. കുരുദ്വഹൻ അവിടെ ധർമ്മപുത്രർ കണ്ടു. ഇനി എന്തൊക്കെയെന്ന് പറയണം കണ്ടത്. കാലസ്യ ജഗതിൻ രൗദ്രാം വിപര്യസ്തർത്തു ധർമ്മിണ പാപീയസീം നൃണാം വാർത്താം ക്രോധലോഭാനൃതാത്മനാം. കാലത്തിൻ്റെ ഗതി എങ്ങനത്തെ ഗതിയെന്ന് ചോദിച്ചാൽ ഋതുധർമ്മങ്ങളോട് കൂടിയ രൗദ്രാം ഗതിയും ഭയങ്കര സ്വഭാവത്തെയും കാലത്തിൻ്റെ വിപരീതങ്ങളായ ആ ഒരു ഗതിയെക്കുറിച്ചും, രൗദ്രാംഗതിയും ഭയങ്കര സ്വഭാവം. ക്രോധ ലോഭ അനൃതാത്മനാം നൃണാം, നൃണാന്ന് മനുഷ്യന്മാർ. അപ്പം മനുഷ്യന്മാരുടെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ദുർനിമിത്തങ്ങളായിട്ട് കണ്ടത് ക്രോധം. വെറുതെയും വേണ്ടാത്തടത്തൊക്കെ ക്രോധം വരിക. ക്രോധം വന്നാൽ തന്നെ അവിടെ ഒരു കലിയുടെ ഒരു ഇതുണ്ടെന്ന് പറയുക. കലിയുടെ സാന്നിധ്യത്തിലേക്ക് അത്രയും ക്രോധം വരിക. അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ക്ഷമ,
അവിടെ ഉണ്ടാവും. പോട്ടെ, സാരില്ല, ഇനിയിപ്പോൾ എന്ത് പറയാനാ. അങ്ങനെ നമുക്ക് വയ്ക്കാം. ഒരു കാര്യത്തിന് തിരിച്ച് ദേഷ്യപ്പെടുകയും ചെയ്യാം, രണ്ടും ചെയ്യാമല്ലോ അല്ലേ. ഒരേ സംഭവത്തിനെ രണ്ട് നിലയ്ക്ക് നേരിടും ഒരാൾ തന്നെ. എന്താ കാരണം വെച്ചാൽ കലിയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴാണ് ദേഷ്യം വരണതെന്ന്. ശാന്തഭാവം ഉണ്ടാകുമ്പോൾ ദേഷ്യം വരില്ല. ദേഷ്യം വന്നിട്ട് കാര്യമില്ല, കാരണം സംഗതി അവിടെ അങ്ങനെയാണ് വെച്ചാൽ പിന്നെ ദേഷ്യം വന്നിട്ട് കാര്യമുണ്ടോ. അപ്പം ഈ വിവേകം ഇവിടെ കാണാനില്ലാണ്ട് എപ്പോഴും ആൾക്കാർക്ക് ദേഷ്യം വരാൻ തുടങ്ങുക. സ്ഥാനത്തും അസ്ഥാനത്തും ക്രോധ, ലോഭ, ആഗ്രഹം എത്ര കിട്ടിയാലും മതി വരില്ല എന്നുള്ള അവസ്ഥയും കലിയുടെ ലക്ഷണം. ലോഭ, ഇത് രണ്ടും വരുമ്പോൾ സ്വാഭാവികമായിട്ട് അനൃതം വരും. നുണ പറയുക, കിട്ടിയത് പോരാ എന്ന് വരുമ്പോൾ നുണ പറഞ്ഞിട്ടും നേടണം എന്ന തോന്നലുണ്ടാവും. അനൃതം, അസത്യം, ആത്മനാം. അപ്പം അതിൽ മനസ്സോടു കൂടിയ, ആത്മനാം മനസ്സോടു കൂടിയ, ക്രോധം, ലോഭം, അനൃതം മുതലായതൊക്കെ ഉള്ള മനസ്സോടു കൂടിയവർ ഇവരുടെ പാപീയസീം വാർത്ത, പാപപങ്കിലമായിരിക്കുന്ന വാർത്തകൾ, പാപീയസീം വാർത്ത അതൊക്കെ കേട്ടു എന്നുള്ളത് ലാസ്റ്റിലേ പറയുള്ളൂ എന്ന് മാത്രം. ഇനി എന്തൊക്കെയാണ് പറഞ്ഞത്? കണ്ടതും കേട്ടതും. ജിംഹപ്രായം വ്യവഹൃതം. വ്യവഹൃതം എന്ന് പറഞ്ഞാൽ കച്ചവടം. അതായത് കച്ചവടമാവാം, ജീവിതത്തിലത്തെ പെരുമാറ്റങ്ങളും ആവാം. അതൊക്കെയും കപടം നിറഞ്ഞത്. ജിംഹം എന്ന് പറഞ്ഞാൽ കപടമാണ്. ജിംഹ പ്രായം വ്യവഹൃതം. കച്ചവടത്തിൽ എവിടെ നോക്കിയാലും മായം, കള്ളത്തരം, ലാഭം ഉണ്ടാക്കാൻ, ആരെ ചതിക്കാനും ഒരു മടിയില്ലാത്തതിനെ വ്യവഹൃതം എന്ന് അങ്ങനെയും പറയാം. പെരുമാറ്റം അങ്ങനെയും പറയാം. ലോകത്തിലത്തെ ഒരാൾ മറ്റൊരാളുള്ള പെരുമാറ്റത്തിനും വ്യവഹൃതം, പല അർത്ഥങ്ങളാണല്ലോ വാക്കുകൾക്ക് വരിക. വ്യവഹാരം എന്നുള്ളതെന്നാണ് വ്യവഹൃതം എന്ന് പറയുന്നത്. അപ്പം പെരുമാറ്റം. അതേപോലെ ശാഠ്യമിശ്രം ച സൗഹൃദം. ഇതൊക്കെ നോക്കിയാൽ ഈ കലി ഉണ്ടോയെന്ന് ഇത് നോക്കിയാൽ അറിയാവുന്നതാണ്. ഭാര്യാഭർത്തൃബന്ധം ആയാലും വേണ്ടില്ല, സൗഹൃദമായ വേണ്ടില്ല, സഹോദര ബന്ധമായാലും വേണ്ടി, ഇതൊക്കെയാണല്ലോ ലോകത്തിൽ സാധാരണ ബന്ധങ്ങളൊന്ന്. ഭാര്യാഭർത്തൃബന്ധം, സഹോദര ബന്ധം, പിന്നെ മറ്റ് ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധം. ഇതൊക്കെ എങ്ങനെയാവും? ഷാഢ്യമിശ്രം അങ്ങനെയാവും. എന്താ ഷാഢ്യമിശ്രം എന്ന് പറഞ്ഞാൽ? തൻ്റെ ആ ഒരു നിർബന്ധം നടക്കണം, എന്നാലേ ബന്ധമുള്ളൂ എന്ന അവസ്ഥയ്ക്കാണ് ഈ ഷാഢ്യമിശ്രം സൗഹൃദം എന്ന് പറയണത്. അല്ലെങ്കിൽ അവൻ പോയി പണി നോക്കട്ടെ, എന്തിനാ അങ്ങനെ ഒരു ചങ്ങാതി? ഞാൻ സുഹൃത്തായിട്ട് അംഗീകരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കണം. ഭാര്യാഭർത്താക്കൾ പറയുന്നത് ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ സമ്മതിക്കില്ല. എന്തിനാ പിന്നെ അങ്ങനത്തെ ആള്? ശരിക്കും അതല്ല വേണ്ടത് എന്നാണ്. ഈ സുഹൃത്തായാലും ഭാര്യാഭർത്തൃബന്ധമായാലും വേറെ എന്ത് ബന്ധമായാലും മറ്റൊരാളുടെ കാര്യം അംഗീകരിക്കാനുള്ള സന്മനസ്സുണ്ടാവണം എന്നാണ്. ഇത് ബന്ധത്തിൽപ്പെട്ട രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായാൽ പിന്നെ എവിടെയാ കുഴപ്പം? അവളെന്താ വെച്ചാൽ പറഞ്ഞത് നടക്കട്ടെ, എൻ്റെ വിട്ടേക്കാ എന്ന് ഇയാൾ വിചാരിച്ചു, അയാളുടെ കാര്യം നടക്കട്ടെ എന്ന് അവൾ വിചാരിച്ചാലോ കഷ്ണം തീർന്നില്ലേ? ഇത്രയും വളരെ ലളിതമായിട്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ് ഡൈവോഴ്സ് വരെ കൊണ്ടെത്തിക്കണം അല്ലേ? ഭാര്യാഭർത്തൃ ബന്ധത്തിനെ കുറിച്ചാണ് പറയണമെങ്കിൽ സുഹൃത്തുക്കൾ തല്ലിപ്പിരിയണതും എന്തായാലും എൻ്റെ സുഹൃത്തല്ലേ, അവൻ്റെ ഇഷ്ടവും നടക്കട്ടെ, അങ്ങനെയും വേണ്ടേ? അല്ലെങ്കിൽ എന്താ ഈ സൗഹൃദത്തിനൊരർത്ഥമുള്ളത്? എപ്പോഴും താൻ പറഞ്ഞ അവൻ അംഗീകരിച്ചാൽ മതിയോ? പക്ഷെ അങ്ങനെ ആവില്ല. കലി വരുമ്പോൾ എപ്പോഴും ഈ പിടുത്തം നമ്മൾ വിചാരിച്ചത് തന്നെ നടക്കണം എന്ന് തോന്നും എന്നാണ്. അങ്ങനെ ഈ കലഹവും ഉണ്ടാവണം. അതാണ് ഷാഠ്യമിശ്രം ച സൗഹൃദം. സൗഹൃദം അവിടെ സൗഹൃദത്തിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. എല്ലാ ബന്ധങ്ങളും വേണമെങ്കിൽ കൊണ്ടുവരാം അതിൽ. ഷാഠ്യമിശ്രം ച സൗഹൃദം. പിന്നെയോ പിതൃ മാതൃ സുഹൃത് ഭ്രാതൃ ദമ്പതീനാം. തൻ്റെ കാര്യം പറഞ്ഞത് നടക്കണം, താൻ പറഞ്ഞത് എന്ന് വരുമ്പോൾ അവിടെ എന്തുണ്ടാവും?
അതാണ് ഇവിടെ പറയുന്നത്. പിതൃ മാതൃ അമ്മയും അച്ഛനും തമ്മിൽ, സുഹൃത്തുക്കൾ തമ്മിൽ, ഭ്രാത്രാക്കൾ സഹോദരന്മാർ തമ്മിൽ, ദമ്പതിമാർ തമ്മിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ കൽക്കനം എന്ന് പറഞ്ഞാൽ തമ്മിത്തല്ലുണ്ടാവും. പിതൃ മാതൃ സുഹൃത് ഭ്രാതൃ ദമ്പതീനാം ച കൽക്കനം. അവർ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കലഹങ്ങൾ ഉണ്ടാവും. കലി ബാധിച്ചു എന്നുള്ളതിൻ്റെ ചില തെളിവുകളാണ് ഇതൊക്കെ. ഇനി എന്തൊക്കെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്, ഇനിയും പറയുക. കന്യാ വിക്രയിണം താതം, തൻ്റെ മകളെ വിൽക്കുന്ന അച്ഛനമ്മമാരെ കാണാം. ധാരാളം തെറ്റായ മാർഗത്തിൽ മകളെ ഉപയോഗപ്പെടുത്തലാവാം. വിൽക്കുക, കന്യാവിക്രയിണം, സ്ത്രീകളെ ദുരുപയോഗപ്പെടുത്തുക, സ്ത്രീകളെ ശല്യം ചെയ്യുക. സ്വന്തം പുത്രിയാണെങ്കിൽ കൂടി ആ പുത്രിയെ വെച്ച് മുതലെടുക്കുകയോ കാശുണ്ടാക്കുകയോ ചെയ്യുന്ന വളരെ മോശമായ പെരുമാറ്റമുള്ള അച്ഛനമ്മമാർ. കന്യാവിക്രയിണ എങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം. കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക, അങ്ങനെയാവാം. കന്യാവിക്രയിണം താതം, കന്യയെ വിൽക്കുന്ന പിതാവിനെയും. പിത്രോ അപോഷകം സുതം, അച്ഛനെ അമ്മയെയും നോക്കാത്ത മക്കളെ കാണാം. അവർ ഓരോ അടി വയ്ക്കുമ്പോഴും വീഴുമോ എന്ന് നോക്കി അവരെ നോക്കിയിട്ടുള്ള അച്ഛനമ്മമാരെ അവർ വീഴുമ്പോൾ പിടിക്കാനുണ്ടാവില്ല എന്നർത്ഥം. വയസ്സുകാലത്തെ ബാലൻസ് തെറ്റിയിട്ടും ശരിയില്ലാത്ത രീതിയിൽ അവർ വീഴുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരെ താങ്ങേണ്ടതല്ലേ. ഇത്രയും കാലം അവരെ നോക്കി വളർത്തി ആ ഒരു ഭാവം ഉണ്ടാവില്ല കലിയുഗത്തിൽ എന്ന് പറയാണ്. പോഷകനല്ലാത്ത പുത്രന്മാർ, നോക്കാത്ത പുത്രന്മാർ. കന്യാ വിക്രയിണം താതം സുതം പിത്രോരപോഷകം, പുത്രനെ നോക്കാത്ത മക്കൾ, അച്ഛനെ നോക്കാത്ത മക്കൾ. ജീവികളിലും കൂടി ഉണ്ട് അത്രേ. വയ്യാണ്ടായ പക്ഷിക്ക് ആഹാരം കൊണ്ടേ കൊടുക്കുക, അതിൻ്റെ കുട്ടികളായിട്ടുള്ള പക്ഷികൾ. അങ്ങനെ ഒരു ഇതുണ്ട് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അത് ചത്തുപോവുക അത്ര തന്നെ. അപ്പം അത് പാടില്ല എന്ന് വിചാരിച്ചിട്ട് ആ ഒരു വ്യവസ്ഥ പ്രകൃതിയിൽ പോലും നിലനിൽക്കുന്നു, വിശേഷ ബുദ്ധി ഇല്ലാത്തവരിൽ എന്നാണ് പറയുന്നത്. അയാളുടെ ചിത്രങ്ങളൊക്കെ വാട്സപ്പിലൊക്കെ കാണാൻ ചിലപ്പോൾ നല്ലൊരു സന്ദേശം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ അത് കാണില്ല. മനുഷ്യന്മാരൊക്കെയാണ് കുഴപ്പം, ജീവികൾ പിന്നെയും ഭേദമാണ്. സുതം പിത്രോരപോഷകം, പിത്രന്മാരെ നോക്കാത്ത മക്കൾ. ബ്രാഹ്മണാൻ വേദവിമുഖാൻ, വേദത്തിൽ ശ്രദ്ധയില്ലാത്ത ബ്രാഹ്മണർ. ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ തന്നെ വേദത്തിൽ ശ്രദ്ധയുള്ളവർക്കാണ് ബ്രാഹ്മണെന്ന് പറയുക. കലിയുഗത്തിലുണ്ടോ വേദം പഠിക്കണു, വേദം അറിയണു? ശൂദ്രാൻ വൈ ബ്രഹ്മവാദിന, എന്നാൽ ശൂദ്രന്മാർക്ക് വേദത്തിൽ ശ്രദ്ധ കാണുകയും ചെയ്യാം. തിരിച്ചാണ് സംഗതികൾ കാണുക. ശൂദ്രന്മാരൊക്കെ വേദം പഠിക്കുന്നതാണ്. അർഹതയില്ലാത്തവരും ആയിട്ടുള്ളവർ വേദം പഠിക്കുക, വേദം കോട്ട് ചെയ്യുക. ബ്രാഹ്മണർക്ക് വേദത്തിൽ താല്പര്യം ഉണ്ടാവില്ല. ശൂദ്രന്മാർ ഒക്കെ വേദജ്ഞന്മാരായിട്ടും കാണാം. ശൂദ്രന്മാർ വേദജ്ഞന്മാരായതുകൊണ്ട് കുഴപ്പമില്ല, ബ്രാഹ്മണന്മാർ വേദജ്ഞനല്ലെങ്കിൽ കുഴപ്പമാണ്. അവരത് അർഹതപ്പെട്ടതാണല്ലോ. പിന്നെയോ ഇപ്പോൾ അവരുടെ നിമിത്താനി അത്യരിഷ്ടാനി, വളരെ കഷ്ടമായിരിക്കുന്ന ദുർനിമിത്തങ്ങൾ കണ്ടിട്ട്, കാലേ ത്വനുഗതേ നൃണാം, ദൃഷ്ടുവ കണ്ടിട്ട്, നൃപ അനുജം ഉവാച, നൃപൻ ധർമ്മപുത്ര അനുജനോട് ഇപ്രകാരം പറഞ്ഞു. നിമിത്താനി അത്യരിഷ്ടാനി കാലേ ത്വനുഗതേ നൃണാം ലോഭാത് യത് അധർമ്മ പ്രകൃതിയും. കാരണം ലോഭാദ്യ അധർമ്മ പ്രകൃതിയും, ഒരിക്കലും ധർമ്മപ്രകൃതിയല്ല, അധർമ്മ പ്രകൃതിയാണ്. ലോഭാത് പ്ലസ് യത് പ്ലസ് അധർമ്മ പ്രകൃതി, 3 വാക്കുണ്ട് അവിടെ. യത് എന്നാണ് ഒന്ന്. ലോഭാത് യത് അധർമ്മ പ്രകൃതിയും ദൃഷ്ടോ വാച അനുജം നൃപ, നൃപനായിട്ട് ധർമ്മോത്തര അനുജനോട് പറഞ്ഞു.
അർജുനൻ ദ്വാരകയിലാണ്, അർജുനൻ അവിടെ ഇല്ല കേട്ടോ. ഭീമനോ ബാക്കിയുള്ളവരൊക്കെ ഉള്ളൂ, 4 ആളേ ഉള്ളൂ. ഒരാൾ അർജുനൻ ദ്വാരകയിലാണ്. എന്താണ് യുധിഷ്ഠിരൻ പറഞ്ഞത്? യുധിഷ്ഠിര ഉവാച സംപ്രേഷിതോ ദ്വാരകായാം ജിഷ്ണുർബന്ധുദിദിക്ഷയാ ജ്ഞാതഞ്ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ ച വിചേഷ്ടിതം. പറയണം, ബന്ധുദിദിക്ഷയാ പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ വിചേഷ്ടിതം ജ്ഞാതും. 2 കാര്യത്തിനാണ് അർജുനൻ പോയിരിക്കുന്നത്. ഒന്ന് ബന്ധുദിദിക്ഷയാ, ഭാര്യ സുഭദ്ര അവിടെയുണ്ട്, അവരെ കാണാൻ, ബന്ധുക്കളെ കാണാൻ. കൃഷ്ണൊക്കെ ബന്ധുവാണല്ലോ അർജുനൻ്റെ അങ്ങനെ നോക്കുമ്പോൾ. ഭാര്യയുടെ സഹോദരനാണ് കൃഷ്ണൻ. അപ്പോൾ ആ ബന്ധുക്കളെ കാണാൻ വേണ്ടിയിട്ടും, ബന്ധുദിദിക്ഷയാ കാണാൻ വേണ്ടിയിട്ടും, പിന്നെയോ കൃഷ്ണനെ കുറിച്ച് അറിയാൻ. പുണ്യശ്ലോകൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ. പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ വിചേഷ്ടിതം ജ്ഞാതും. വിചേഷ്ടിതം പ്രവൃത്തികൾ, കൃഷ്ണൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അറിയാനും എന്നർത്ഥം. വിചേഷ്ടിതം ബന്ധുദിദിക്ഷയാ ജ്ഞാതഞ്ച പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ വിചേഷ്ടിതം. കൃഷ്ണസ്യ വിചേഷ്ടിതം ജ്ഞാതും. ഈ 2 കാര്യത്തിനായി കൊണ്ട് ജിഷ്ണുർ ദ്വാരകായാം സംപ്രേഷിത. ജിഷ്ണു പറഞ്ഞ അർജുനൻ ദ്വാരകയിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു. സന്ദർഭം അതാണ്. സംപ്രേഷിതോ അയക്കപ്പെട്ടിരിക്കുന്നു. സംപ്രേഷിതോ ദ്വാരകായാം ജിഷ്ണുർ ബന്ധുദിദിക്ഷയ. എന്തിനു വേണ്ടിയിട്ടാണ്? ബന്ധുദിദിക്ഷയ, ബന്ധുക്കളെ കാണാനും. പുണ്യശ്ലോകസ്യ കൃഷ്ണസ്യ വിചേഷ്ടിതം ജ്ഞാതും. പുണ്യശ്ലോകനായിരിക്കുന്ന കൃഷ്ണൻ്റെ പ്രവൃത്തികൾ അറിയാനായിക്കൊണ്ട്. ആര്? ജിഷ്ണു, അർജുനൻ. എവിടേക്ക് പോയി? ദ്വാരകായാം സംപ്രേഷിത, ദ്വാരകയിലേക്ക് പോയിരിക്കുകയാണ്. യുധിഷ്ഠിരൻ ഭീമനോട് പറയുകയാണ്, തൻ്റെ സഹോദരനോട്. ഗതാസപ്താദുനാമാസ ഭീമസേന തവാനുജ. അവിടെ ഭീമസേന സംബോധന, വിസർഗല്യ. ഏ ഭീമസേന, എൻ്റെ അനുജൻ, നമ്മുടെയൊക്കെ അനുജൻ എന്നാവണോ, ഉണ്ടാളുടെ അനുജനാണ്. ഇപ്പോൾ പോയിട്ട് എത്രയായി? 7 മാസമായി എന്ന് അവിടെ പറഞ്ഞത്. സപ്തമാസ ഗത സപ്താധുന മാസ. അധുന സപ്തമാസ ഗത. ഇപ്പോഴത്തേക്ക് 7 മാസം കഴിഞ്ഞിരിക്കുന്നു അർജുനൻ പോയിട്ട്. തവ അനുജ, അങ്ങയുടെ അനുജൻ, എൻ്റെ അനുജൻ. ഇപ്പം എൻ്റെ അനുജൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അനുജനും കൂടിയാണ്. അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല. ഇപ്പോൾ ഭാര്യ ഭർത്താവ്, നിങ്ങളുടെ കുട്ടി, നിങ്ങളുടെ മകൻ എന്നൊക്കെ പറയും ഇടയ്ക്കല്ലേ. 2 ആളുടെയും കൂടിയിട്ട് തന്നെ കുട്ടി, അത് നിങ്ങളുടെ മകൻ വരുന്നുണ്ട്. എൻ്റെ പറച്ചിലാണെന്ന്. അവരോട് എൻ്റെ അനുജൻ, വാസ്തവത്തിൽ തൻ്റെയും കൂടി അനുജനാണ്. ന ആയാതി കസ്യവാ ഹേതോ. എന്താണ് വരാത്ത? എന്ത് കാരണം കൊണ്ട് വന്നില്ല? കസ്യവാ ഹേതോ ന ആയാതി. എന്ത് കാരണം കൊണ്ടാണ് തിരിച്ചെത്താത്തത്? 7 മാസമൊന്നും അവനവിടെ നിൽക്കലില്ല. ഭാര്യ വീട്ടിൽ 3 ദിവസം എത്രയും നിൽക്കാൻ പാടും. 3 ദിവസത്തിലധികം നിന്നാൽ ചീത്തപ്പെടും എന്നാണ് ചിലരുടെ ഒരു കൺസെപ്റ്റാണത്. അപ്പം ഇവിടെ 7 മാസം കഴിഞ്ഞിട്ട് അർജുനൻ വരുന്നില്ല. കസ്യ ഹേതോവ ന ആയാതി. എന്ത് കാരണം കൊണ്ടാണ് വരാത്തത്? അഞ്ജസ അഹന്ന വേദ. ഞാൻ അറിയുന്നില്ല. ഭീമനോട് ധർമ്മപുത്രർ പറയുന്നു, ഗതാ സപ്താധുനാ മാസ ഭീമസേന തവാനുജ. തവാനുജ ഭീമസേന വിളിക്കുകയാണ്. ഭീമസേന എന്ന് വിളിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. തവാനുജ കസ്യ ഹേതോ നായാതി. എന്ത് കാരണം കൊണ്ടാണ് വരാത്തത്? സപ്താധുന മാസ ഗത. 7 മാസമായി കഴിഞ്ഞിരിക്കണമല്ലോ പോയിട്ട്. അപി ദേവർഷിനാധിഷ്ഠകാലോയമുപസ്ഥിത യഥാത്മനോംഗമാക്രീഡം ഭഗവാൻ ഉസ്തിസൃക്ഷതി. ഈ 125 കൊല്ലാണ് കൃഷ്ണൻ്റെ ഭൂമിയിലുള്ള ആയുസ് എന്നാണ്. 25 കൊല്ലം അധികം കഴിഞ്ഞിരിക്കണു നമ്മളെക്കാൾ. കാരണം നമ്മൾ തന്നെ 100 കൊല്ലം തന്നെ എത്താറില്ല. 25 കൊല്ലം അധികം, 125 കൊല്ലം കൂടെ കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞാൽ ഭഗവാൻ ഇവിടുന്ന് പോവുമെന്ന് ആര് പറഞ്ഞു? ദേവർഷിയായിട്ടുള്ള നാരദൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ കാലം വന്നു ചേർന്നു.
ഇപ്പോൾ ഭഗവാൻ ഇവിടുന്ന് പോവുക എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് അത്രയും കലിയുഗത്തിൻ്റെ തുടക്കം. ഏറ്റവും അപകടമായിട്ടുള്ളൊരു സമയമാണ് ഭഗവാന്റെ തിരോധാനം. അന്ന് മുതൽക്ക് കലിയുഗം തുടങ്ങി. അതുവരെ ഇവിടെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എന്നാണ്. ഈ കാണുന്ന യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഭഗവാനുള്ളപ്പോൾ അനുവദിക്കില്ലല്ലോ. അപ്പോൾ ആ സമയം കലിയുഗം വന്നു ചേർന്നു. കൃഷ്ണൻ്റെ തിരോധാനത്തിനുള്ള സമയം ആയോ. അഭിദേവർഷിണാധിഷ്ഠകാലോയമുപസ്ഥിത യഥാത്മനോംഗമാക്രീഡം ഭഗവാൻ ഉത്സൃച്ഛതി. കൃഷ്ണൻ തൽക്കാല ആവശ്യത്തിനെടുത്ത ഈ ലീലാവിഗ്രഹത്തെ, ആ ക്രീഡം അംഗം കളിക്കായി എടുത്ത വിഗ്രഹത്തെ ഉപേക്ഷിക്കുകയാണോ? ഉത്സൃഷ്ടതി, ഉപേക്ഷിക്കുക. ആ സമയം ആയോ എന്ന് ധർമ്മോത്തർക്ക് സംശയം. യസ്മാൻ ന സമ്പദോ രാജ്യം ധാരാ പ്രാണ കുലം പ്രജാ ആസൻ സപത്ന വിജയോ ലോകാംശ യദനുഗ്രഹാത്. ഇവിടെ പറയണം യസ്മാത് ന സമ്പദ രാജ്യം ധാര പ്രാണ. ഇതൊക്കെ ഏതൊരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണോ കിട്ടിയത് എന്ന്. പ്രജകളും ശത്രുജയവും എല്ലാം ഉണ്ടായി. ആസൻ എന്നാണ് അവിടുത്തെ ക്രിയ. ആസൻ ക്രിയയിലാണ് ആശയം മുഴുവനുള്ളൂ. യസ്മാന്ന ഏതൊരു കൃഷ്ണൻ കാരണം നമുക്ക് പത്നി കിട്ടി. പത്നിയെ കിട്ടിയെന്ന് പറഞ്ഞാൽ പത്നിയെ അപമാനിച്ചതാണ്. പണയം വെച്ചാൽ കിട്ടില്ലല്ലോ. കളിയിൽ തോറ്റ ആഞ്ചാലിയെ കിട്ടില്ല, കൊടുക്കേണ്ടി വരും. പക്ഷേ അതൊക്കെ അപകടം കൂടാതെ ഭഗവാൻ എങ്ങനെയൊക്കെയോ കൈകാര്യം ചെയ്തു. വസ്ത്രം അഴിയാത്തതാക്കി തീർത്തു അല്ലേ. അപ്പോൾ പണയം വെച്ച് അത് ശരിയായില്ല. കളിയിൽ പാഞ്ചാലിയെ അവർക്ക് അപമാനിക്കാനോ ഇവരിൽ നിന്ന് തട്ടിയെടുക്കാനോ കഴിഞ്ഞില്ല. സമ്പത്ത്, ഇത്രയും സമ്പത്തുകൾ, രാജ്യം, ധാര, പത്നിമാർ, പ്രാണ, ജീവനടക്കം ഇവർക്ക് ഉണ്ടാവണച്ച കൃഷ്ണൻ വേണ്ടി വന്നു. അല്ലെങ്കിൽ പാണ്ഡവന്മാരുണ്ടാവുമോ ബാക്കി? അക്ഷൗഹിണി പടകൾ അപ്പുറത്തെ കണക്കില്ലാതെ നിൽക്കണം. 1, 2, 1000, ലക്ഷമല്ല. ഒരു 5 ആൾക്കാർ പാണ്ഡവന്മാർ കൂട്ടി എന്ത് പറ്റും? അപ്പോൾ ആര് രക്ഷിച്ചു? ഭഗവാൻ രക്ഷിച്ചു. എന്താ സംശയം? ഇപ്പം പറയണം രാജ്യം, ധാര, പ്രാണ, കുലം, പ്രജ, സന്തതികൾ. ശത്താമാവിൻ്റെ ബ്രഹ്മാർത്ഥത്തിൽ നിന്ന് ഉത്തരേര ഗർഭത്തിൽ രക്ഷിച്ചതാര? പ്രജ. ഇവിടെ പ്രജ എന്ന് പറഞ്ഞാൽ മക്കൾ. എല്ലാ സന്തതികളെയും രക്ഷിച്ചു. എല്ലാവരും ഉണ്ടായത് എന്തുകൊണ്ടാണ്? എല്ലാം ഉണ്ടായത് ആസൻ സപത്ന വിജയോ. സപത്നം ശത്രു, ശത്രുക്കളെ ജയിക്കാനും. ലോകാം ചൈതനുഗ്രഹാൽ, ഏതൊരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് കിട്ടിയത്. ആ ഭഗവാൻ ഇവിടം വിടാൻ തീരുമാനിച്ചോ? ഭീമ ലക്ഷണം കാണുമ്പോൾ ഒട്ടും ശരിയില്ലല്ലോ എന്ന് പറയുകയാണ്. പശ്യോത്പാദാൻ നരവ്യാഘ്ര ദിവ്യാൻ ബഹുമാൻ സദേഹികാൻ ദാരുണാൻ സംസദോ ദൂരാത് ഭയന്നോ ബുദ്ധിമോഹനം. ഉൽപാദങ്ങളെ നോക്കൂ, ലക്ഷണങ്ങൾ. നരവ്യാഘ്ര ഭീമനെ വിളിക്കുകയാണ്. ദിവ്യാൻ ബഹുമാൻ സദേഹികാൻ. ഈ ദുർനിമിത്തങ്ങൾ ഇവിടെ 3 ആക്കി തിരിച്ചിട്ടാണ് പറയണം. ദിവ്യാൻ, ദൈവീകം എന്ന് പറയുന്നത്. ഭൗമാൻ, ഭൂമിയിൽ കാണപ്പെടുന്നത്. ദിവ്യ എന്ന് പറഞ്ഞാൽ അധികം ഈ ആകാശത്തിലത്തെ ഇടിമിന്നൽ, ഉൽക്കാപാതം, ഇടിവെട്ടലൊക്കെ എത്ര ദിവ്യാൻ. ഭൗമാൻ, ഭൂമിയുടെ കുലുക്കോ അല്ലെങ്കിൽ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഭൗമാൻ. സദൈഹികാൻ, ശരീരത്തിലുണ്ടായ ഇടത്ത് ഭാഗം തുടിക്കുക. വലത്ത് ഭാഗം, പുരുഷന്മാരുടെ ഇടത്ത് ഭാഗം തുടിച്ചാൽ മോശമാണ്. സ്ത്രീകൾക്ക് ഇടത്ത് ഭാഗം തുടിച്ചാൽ നല്ലതാണ്. ഇടത്തെ കണ്ണ്, ഇടത്തെ ഭാഗം, ഇടത്തൊക്കെ ഇങ്ങനെ തുടിച്ചാൽ അതൊക്കെ ദൈഹികാൻ, ശാരീരികമായിട്ടുള്ള നിമിത്തങ്ങളാണ്. അതൊക്കെ ഇവിടെ വിപരീതമായിട്ടാണ്, ശരിയല്ലാതെയാണ് കാണുന്നത്. ദിവ്യാൻ ഭൗമാൻ സദേഹികാൻ, ആകാശത്തിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് ശരീരത്തിൻ്റെ ലക്ഷണങ്ങൾ. ദാരുണാത് ശംസദോ അദൂരാൻ ഭയന്നോ ബുദ്ധിമോഹനം. എന്തോ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു. ഉത്പാദാൻ, ദുർലക്ഷണങ്ങളെ നോക്കിയാലും അടുത്ത് വന്നു എന്ന് നമ്മളെ അറിയിപ്പിക്കുന്നതാണ്. അദൂര, അത് ദൂരത്തല്ലാതെ, അധികം താമസിയാതെ തന്നെ ഒരു അപകടം, ഒരശുഭം നമുക്ക് സംഭവിക്കുന്നു എന്ന് ഇതെല്ലാം കാണിക്കുന്നു.
ഈ ആ ദൈഹികമായിട്ടുള്ള കാര്യങ്ങളെ പറയണം. ഊർവക്ഷിബാഹവോ മക്യം പുരന്തി അംഗപ്പുനഃപുന വേപതുച്ഛാഭിഹൃദയ ആരാധ്യാസ്യന്തി വിപ്രിയം. ഊർവക്ഷിബാഹവോ, ഊരു തുട, അക്ഷി കണ്ണ്, ബാഹു കൈകൾ. ഊരു അക്ഷി ബാഹു മഹ്യം എൻ്റെ, തുടിക്കുന്നു ഇടത്ത് ഭാഗം. പറഞ്ഞിട്ടില്ലെങ്കിലും അങ്ങനെ എടുക്കണം. വലത്ത് ഭാഗം തുടിച്ചാൽ നല്ലതാണല്ലോ. ഇവിടെ അതല്ല. സ്ഫുരന്തി അംഗ പുനഃപുന, സ്ഫുരന്തി തുടിക്കുക, തുടിച്ചുകൊണ്ടിരിക്കുക. ഒരു തുട, ഇടത്തെ തുട, ഇടത്തെ കണ്ണ്, ഇടത്തെ കയ്യ്, എൻ്റെ മഹ്യം, എൻ്റെ ഈ ഭാഗങ്ങൾ. സ്ഫുരന്തി അംഗ പുനഃപുന, വീണ്ടും വീണ്ടും തുടിക്കുന്നു. പിന്നെ ഹൃദയത്തിൽ കമ്പനം ഉണ്ടാകുന്നു. വേപതുശ്ചാഭി ഹൃദയ, ഹൃദയം പടപടാന്ന് മിടിക്കുക നല്ലതല്ല എന്നാണ്. ഹൃദയം ഇടത്ത് ഭാഗത്താണല്ലോ. വേപതുശ്ചാഭി ഹൃദയ, അത്യാവശ്യ വേദന പോലെ കമ്പവുമുണ്ട്. വേപതു എന്ന കമ്പമാണ്. ആരാധ്യാസ്യന്തി വിപ്രിയം, അനിഷ്ടത്തെ തരും എന്ന് ഉറപ്പാണ്. ഈ വക ലക്ഷണങ്ങളൊക്കെ കണ്ടാൽ തീർച്ചയായിട്ടും എന്തോ ഒരു അനർത്ഥം വരുന്നുണ്ട് എന്ന് തീർച്ചയാകുന്നു. ഭീമ, എന്താണ് നമ്മൾ ഈ കാണുന്നത്? ശിവൈഷോദ്യന്തം ആദിത്യം അഭിരൗത്യനലാനന മാമംഗസാരമേയോയം അഭിരൗതി അഭീതവത്. ഭൂമിയിൽ നിന്നുണ്ടാകുന്ന വേറെ ചില ലക്ഷണങ്ങളാണ് കുറുക്കന്മാരുടെ ഓളിടൽ. അനലാനന എന്ന് പറഞ്ഞാൽ മുഖത്തിൽ അഗ്നിയോട് കൂടിയ കുറുക്കന്മാർ. തീയുണ്ടെന്ന് തോന്നുകയാണ്. കുറുക്കന്മാരുടെ വായിൽ തീയുണ്ടെന്ന് തോന്നത്രേ ചിലപ്പോൾ ഓളിടുമ്പോൾ. അഗ്നിയോട് കൂടിയ കുറുക്കന്മാർ എന്നാണ് ഇവിടെ. അനലാനന ശിവ, ശിവ എന്ന് പറഞ്ഞാൽ കുറുക്കനാ. ഒരു ദീർഘട്ട് കഴിയുമ്പോഴേക്ക് അർത്ഥം എത്ര മാറിയത്. ശിവ, ദീർഘട്ട ശിവ എന്ന് പറഞ്ഞാൽ പാർവതിയാണ്. ഷോർട്ടായിട്ട് എഴുതിയാൽ കുറുക്കൻ എന്നർത്ഥമാണ്. വളരെ മാറ്റമുണ്ട് അർത്ഥത്തിന്. ഒരു ദീർഘം കൊണ്ട് മാറും മൊത്തം. ശിവ, ഈ കുറുക്കന്മാർ. ദീർഘട്ടാലാണ് കുറുക്കട്ടോ. ദീർഘട്ടില്ലെങ്കിലാണ് ശിവ പാർവതി. ശിവ, ശിവേഷോത്യന്തം ആദിത്യം അഭിരൗത്യനലാന. ശിവ എന്ന് പറഞ്ഞാൽ കുറുക്കനാണ്. ആ മുഖത്ത് അഗ്നിയോട് കൂടി ഓളിയിടുന്നു. ഉദിച്ചു വരുന്ന ആദിത്യൻ വേണ്ട വിധത്തിൽ ശോഭിക്കുന്നില്ല. അതിനെ നോക്കിയിട്ട് ശബ്ദിക്കുന്നു. സൂര്യന് നേരെ കുരയ്ക്കുക ശ്വാക്കൾ. ഇതൊക്കെ ദുർനിമിത്തങ്ങൾ കാണുന്നു. ശസ്താ കുറുവന്തി മാം സവ്യം ദക്ഷിണം പശവോവരെ. ശ്രേഷ്ഠങ്ങളായിട്ടുള്ള പശുക്കൾ ഇടത്ത് ഭാഗത്തെ എന്നെ ആക്കുന്നു. അതായത് ഈ മൃഗങ്ങളൊക്കെ പോണതൊക്കെ ഒരു ലക്ഷണം ഉണ്ടെന്നാണ്. അവയുടെ വലത്ത് പുറത്താക്കിയിട്ടാണ് നമ്മളെ പോകുന്നത് എങ്കിൽ അവ നമ്മുടെ ഇടത്ത് പുറത്ത് കൂടെ പോണത് നല്ലതാണ്. അപ്പോൾ അവരുടെ വലത്ത് ഭാഗത്താവുമല്ലോ നമ്മൾ. തിരിച്ചായാലോ അവ വലത്ത് പുറത്ത് കൂടെ പോകുന്നത് നന്നല്ല എന്നാണ്. കാരണം അവയുടെ ഇടത്ത് പുറത്താണ് നമ്മൾ വരിക. അവയുടെ ഇടത്ത് പുറത്ത് നമ്മൾ വരുന്നത് നന്നല്ല. അവയുടെ വലത്ത് പുറത്ത് നമ്മൾ വരണം. അപ്പോൾ അവർ ഏതിയെ പോകണം? ഇടത്തുപുറത്ത് കൂടെ പോകണം. നല്ല ശകുനം ആണെങ്കിൽ ഇടത്ത് പോകുന്നത് നല്ലതും വലത്ത് പുറത്ത് കൂടെ പോകുന്നത് ശരിയല്ലാത്തതുമാണ്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുന്നത്? മൃഗങ്ങളൊക്കെ ഇടത്തു പുറത്തു കൂടെ അല്ല പോകുന്നത്, വലത്തു പുറത്തു കൂടെ പോകുന്നു. അപ്പോൾ അവയുടെ ഇടത്തു പുറത്തേക്ക് ആക്കുന്നു നമ്മളെ. പശുക്കൾ എന്നെ ഇടത്തു ഭാഗത്ത് ആക്കുന്നു, അവയുടെ ഇടത്തു ഭാഗത്തേക്ക് ആക്കുന്നു. അപ്പം നമ്മുടെ വലതു ഭാഗത്ത് അവ ഓടിയ ദുശകുനാണ്. അപരേ അന്യമൃഗങ്ങൾ ദക്ഷിണാങ്കുറുവന്തി, വലത്തു ഭാഗത്തേക്ക് എന്നെ ആക്കുന്നു. അപ്പം നമ്മുടെ ഇടത്തുപുറത്ത് കൂടെ മറ്റു മൃഗങ്ങൾ പോകുന്നു, പശു അല്ലാത്ത വരീതായിട്ടാണ് പറയണത്. അവ എന്നെ വലത്തു ഭാഗത്താക്കുന്നു, ഇടത്തുപുറത്ത് കൂടെ തിരക്കി പോകുന്നു. അതൊരു ശുഭലക്ഷണമല്ല. ഹേ പുരുഷ വ്യാഘ്ര ഭീമ, വാഹനങ്ങളെ കരയുന്നവയായിട്ട് ഞാൻ കാണുന്നു. കുതിരകൾ നർത്തം. വാഹനം എന്ന് ഉദ്ദേശിക്കുന്നത് കുതിര എന്നെ നോക്കി വല്ലാണ്ട് ദാരുണമായിട്ട് കരയുന്നു. കണ്ണിൽ നിന്ന് വെള്ളം വീഴുക, കുതിരയുടെ കണ്ണിൽ നിന്ന് വെള്ളം വീഴുക, കുതിര കരയുക, അതും നല്ല ലക്ഷണമല്ല. ഇതൊക്കെ ഭീമ കാണുന്നല്ലോ എന്ന് പറയുകയാണ്. മൃത്യുദൂത കപോതോയം ഉലൂക കമ്പയൻ മന. പലപ്പോഴും മാടപ്രാവ് മൃത്യുവിൻ്റെ ദൂതൻ എന്നുള്ള നിലയ്ക്ക് പറയും.
മൃത്യുദൂതനായിട്ട് പ്രാവ് വല്ലാതെ കുറുകുന്നു. കമ്പയന്മന, എൻ്റെ മനസ്സിന് ഭയവും ഉണ്ടാകുന്നു. പ്രത്യുലോകിച്ച കുഹ്വാരെ അനിദ്രോശൂന്യമിച്ചതാ. ഉലൂകം കാക്ക, കപോതം മാടപ്രാവ്. കപോതം ശബ്ദമുണ്ടാക്കുന്നു. അതേ സമയത്ത് കാകൻ, ഉലൂകൻ കൂമൻ, പ്രത്യുലൂക കാക്ക. അവയുടെ ശബ്ദങ്ങളും പ്രത്യുലൂക കാക്ക, ഉലൂകം മൂങ്ങ, ഇവയുടെ ശബ്ദങ്ങളും കാണുന്നു വിറപ്പിച്ചുകൊണ്ട്. ഇങ്ങനെയുള്ള ദുഷ്യഗുണങ്ങളെ പിന്നെയും തുടർന്ന് പറയുകയാണ്. എന്നിട്ടാണ് ഭഗവാന്റെ സ്വർഗാരോഹണത്തിലേക്ക് കൊണ്ടുവരുന്നത്. കായേന വാചാ മനസേന്ദ്രിയർവാപ്ത്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.